റൂൾസ്. ഇതിൻ്റെ അകത്ത് റൂൾ ഓഫ് ഹസയുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഗസ്റ്റേഷണൽ ഏജ് ഓഫ് ഫീറ്റസ്. ഈ ഫീറ്റസിൻ്റെ ഗസ്റ്റേഷണൽ ഏജ് ഫസ്റ്റ് 5 മന്തിൽ കണ്ടുപിടിക്കുന്നതാണ് റൂൾ ഓഫ് ഹസെ. എന്താണ് ഹസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് 5 മന്തിൽ. പിന്നീട് സെക്കൻഡ് 5 മന്ത് തൊട്ട് റൂൾ ഓഫ് മോറിസൺ ആണ്. കുറച്ചുകൂടി വലുതാകുമ്പോൾ മോറിസൺ എന്ന് പറയത്തില്ല. ആദ്യം ഹസെ പിന്നെ മോറിസൺ. റൂൾ ഓഫ് 12 റൈഗർ മോർട്ടിസിലാണ്. റൂൾ ഓഫ് 9 ബേൺസിലാണ്. റൂൾ 6 ടെമ്പററി ഡെൻറ്റീഷനിലാണ്. നിസ്റ്റൻസ് റൂൾ എന്ന് പറയുന്നത് റൈഗർ മോർട്ടിസ് ആണ്. നിസ്റ്റൻസ് റൂള് റൈഗർ മോർട്ടിസ് ആണ് എന്ന് പറയുന്നത് ഈ ഓർഡർ ഓഫ് അപ്പിയറൻസ് ഓഫ് റൈഗർ മോർട്ടിസിൻ്റെയാണ് പറയുന്നത് നിസ്റ്റൻസ് റൂള്. കാസ്പേഴ്സ് ഡിക്റ്റം, ഇത് SR എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1:2:8. അതെന്ന് വെച്ചാൽ ഈ ബോഡി അഴുകുന്നത് സമയം അതിൻ്റെ ഒരു ഡീകമ്പോസിഷനിനെ എയർ, വായുവിൽ, വെള്ളത്തിൽ, ഭൂമിയിൽ, മണ്ണിൽ എന്നൊക്കെ പറയാം. അതിൻ്റെ അകത്ത് 1:2:8. എയർ, വാട്ടർ, എർത്ത്. എയർ, വാട്ടർ, എർത്ത്. അത് മറക്കരുത്. എയർ, വാട്ടർ, എർത്ത് 1:2:8. 1:2:8 എയർ, വാട്ടർ, എർത്ത്. ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പം BNS ഇഞ്ചുറി ഡെഫിനിഷൻ സെക്ഷൻ 214 2 എന്നിട്ട് ബ്രാക്കറ്റ് 14 സെക്ഷൻ 2 ബ്രാക്കറ്റിൽ 14 ആണ് ഇഞ്ചുറി. ഇനി ഡെത്ത് ഡെഫിനിഷനോ സെക്ഷൻ 2 ബ്രാക്കറ്റിൽ 6 സെക്ഷൻ 2 ബ്രാക്കറ്റിൽ 6. അപ്പോൾ സെക്ഷൻ 2 ബ്രാക്കറ്റിൽ 14 വരുന്നത് ഇഞ്ചുറി ആണെങ്കിൽ സെക്ഷൻ 2 ബ്രാക്കറ്റിൽ 6 വരുന്നത് ഡെത്താണ്. ഇനി ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി സെക്ഷൻ 20 BNS എന്ന് പറയുന്നത് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പേഴ്സൺ ലെസ് ദാൻ 7 years. 7 വയസ്സിൽ താഴെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കാൻ പറ്റില്ല. അവരെ നോട്ട് ലയബിൾ എന്ന് പറയും. അതിനെയാണ് 20 BNS. 20 BNS പറയുന്നത് അതാണ്. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല ലെസ് ദാൻ 7 years. 7 വയസ്സിൽ താഴെയുള്ളവർക്ക് 20 എന്നതിൻ്റെ അകത്ത് ലെസ് ദാൻ 7 years ക്രിമിനൽ റെസ്പോൺസിബിൾ ഇല്ല. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പേഴ്സൺ 7 തൊട്ട് 12 വയസ്സ് വരെയാണെങ്കിൽ ലയബിലിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ദ മെൻ്റൽ മെച്യൂരിറ്റി അനുസരിച്ചായിരിക്കും. ഈ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി 7 തൊട്ട് 12 വർഷങ്ങളിൽ വരെയുള്ള കുട്ടിക്കാണെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡ് അപ്പോൺ ദ മെൻ്റൽ മെച്യൂരിറ്റി. അതാണ് സെക്ഷൻ 21 BNS. സെക്ഷൻ 20 പറയുന്നത് 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ക്രിമിനൽ റെസ്പോൺസിബിൾ അല്ല. എന്നാൽ സെക്ഷൻ 21 പറയുന്നത് 7 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മെൻ്റൽ മെച്യൂരിറ്റി അനുസരിച്ചായിരിക്കും അവരുടെ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി തീരുമാനിക്കുന്നത്. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻസേർട്ട് പേഴ്സൺ, ഏതെങ്കിലും വട്ടുപിടിച്ച ആളുടെ ആണെങ്കിൽ സെക്ഷൻ 22 BNS. സെക്ഷൻ 22 20 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്. 20 എന്താണ്? ലെസ് ദാൻ 7 yearsലാണെങ്കിൽ ക്രിമിനൽ റെസ്പോൺസിബിൾ ആകാൻ പറ്റത്തില്ല. 21 എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ മെൻ്റൽ മെച്യൂരിറ്റി അനുസരിച്ചാണെങ്കിൽ സെക്ഷൻ 21. 22 എന്ന് പറയുന്നത് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഇൻസേർട്ട് പേഴ്സൺ ആണ് 22. ക്രിമിനൽ അടുത്തതെന്ന് പറഞ്ഞാൽ 23 ഇമ്പോർട്ടൻ്റ് ആണ് ടോക്സിക്കോളജി എക്സാംസിനൊക്കെ. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഇൻവോളണ്ടറി ഡ്രങ്കൻനെസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടല്ല അവർ കഴിച്ചത്, അവരിപ്പോൾ ആൽക്കഹോൾ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു. അതിനെ സെക്ഷൻ 23 23 വയസ്സിൽ BNS എന്ന് പറയുന്നത് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻവോളണ്ടറി ഡ്രങ്കൻനെസ്. അവരുടെ അറിഞ്ഞുകൊണ്ടല്ല അവർ ആ കള്ളു കുടിച്ചത്, നോട്ട് ലേബിൾ, അവർ കുറ്റക്കാരല്ല. അപ്പം 20 തൊട്ട് 21 22 23 ഒക്കെ മനസ്സിലായില്ല. 22 മറക്കില്ല. മക്നോട്ടൻസ് റൂള് 20 ലെസ് ദാൻ 7 years ക്രിമിനൽ റെസ്പോൺസിബിൾ അല്ലെന്ന് പറഞ്ഞു. 21 എന്ന് പറയുന്നത് 7 തൊട്ട് 12 വരെയാണെങ്കിൽ അവരുടെ മെൻ്റൽ മെച്യൂരിറ്റി അനുസരിച്ചായിരിക്കും അവർ ക്രിമിനൽ റെസ്പോൺസിബിൾ ആണോ അല്ലോ തീരുമാനിക്കുന്നത്. ഇനി സെക്ഷൻ 23 BNS എന്താണ്? ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻവോളണ്ടറി ഡ്രങ്കൻനെസ് എന്ന് പറഞ്ഞാൽ അറിയാതെ കുടിക്കുന്നത്. അവരും നോട്ട് ലയബിൾ. ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസ് ഈസ് ഗിവൺ വിത്തൗട്ട് ദ നോളേജ് ഓഫ് പേഴ്സൺ. അവരുടെ അറിവോടുകൂടി അല്ലാതെ ഇത് കുടിക്കുന്നതിനെയാണ് സെക്ഷൻ 23 BNS എന്ന് പറയുന്നത്. ഇനിയുണ്ട് സെക്ഷൻ 24 BNS എന്താണ്? ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് വോളണ്ടറി ഡ്രങ്കൻനെസ്. അറിഞ്ഞുകൊണ്ട് കുടിക്കുന്നത് 24. ഇൻവോളണ്ടറി ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസ് ടേക്കൺ വിത്ത് ഇൻറ്റൻറ്റ്. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ അറിയാതെ. ഇൻവോളണ്ടറി അവർ ഇപ്പം ഒരു വല്ല ജ്യൂസിൻ്റെ അകത്താണെങ്കിൽ എന്തെങ്കിലും ആൽക്കഹോളോ എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കുന്ന അറിയാതെ കൊടുത്ത് 23 വരും. 24 എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് വോളണ്ടറി ഡ്രങ്കൻനെസ്സിനെയാണ് 24 BNS എന്ന് പറയുന്നത്. 23 24 അറിഞ്ഞിരിക്കണം.
ഇനി അടുത്തത് ഏജ് ഓഫ് കൺസെൻറ്റ്. താങ്ക് യു.